85.79%. ടോട്ടൽ A+ എന്ന് പറയുന്നത് 50 കുട്ടികൾക്ക് ഫുൾ A+ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മക്കളെല്ലാരും ഒരുമിച്ച് ഒരു സന്തോഷം പറഞ്ഞേ ലഡു കൊടുത്തിട്ട് സന്തോഷമില്ലായിരുന്നു. മോളെ ഇങ്ങോട്ട് തിരിഞ്ഞോ, ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്. അടുത്ത് പോവാം. മക്കളെല്ലാരും ഇനിയെന്തോ പരിപാടി? പൊളിറ്റിക്സിലേക്കില്ലേ? എല്ലാ ആശംസ IPS കാര്യമായിട്ട് ബാക്കിലോട്ട് നല്ല ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നത്. 100% വരെ ഞങ്ങളെല്ലാ അധ്യാപകരും PTA-യും എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. കുട്ടികളെ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പരിശ്രമിക്കുകയും തയ്യാറെടുപ്പിക്കുകയും അവർക്ക് ലാസ്റ്റ് ഡേ വരെയും അതിനുവേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ കൗൺസിലറും PTA പ്രസിഡൻറ്റും HM-ഉം എല്ലാ അധ്യാപകരും ഒന്നിച്ചു നിന്നതിൻ്റെ ഒരു വിജയമാണ് ഇന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞത്. അതിൽ നമ്മളുടെ ഒത്തൊരുമയാണ്. അതിൽ നമ്മളെല്ലാവരുടെയും PTA ആയാലും അധ്യാപക സുഹൃത്തുക്കളുടെ ആയാലും ആ ഒത്തൊരുമയുടെ വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നു. അടുത്ത കൊല്ലം അത് ഹയർ സെക്കൻഡറി ആയിരുന്നാലും ഹൈസ്കൂൾ ആയിരുന്നാലും അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരും PTA-യും എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു ഇത് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് എൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. Ready? 1, 2, 3. ഇത് നമ്മുടെ സിറ്റിയിലെ ലഡു അല്ല, ഗ്രാമപ്രദേശത്തിലെ ലഡു. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. 2 മാർക്കേ പോയിട്ടുള്ളൂ. 298 കിട്ടി. സന്തോഷമാണ്. പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു. ടീച്ചർമാര് നല്ല സപ്പോർട്ടും ആയിരുന്നു. കുട്ടിയിൽ നല്ല സന്തോഷമുണ്ട്. 7 വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ SSLCയുടെ പരീക്ഷാഫലം ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്നും ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ സെക്കൻഡറിയുടെയും പരീക്ഷ. ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലെ മുദ്രാവാക്യം തന്നെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ചിരിക്കൂ. നേരത്തെ പോയൊരു ആവേശം. നിങ്ങൾ എന്നെ 1, 2, 3 പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? 1, 2, 3